ഒരു ജനകീയ തെരച്ചിൽ അത് ഒരിക്കൽ കൂടി ഈ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ സങ്കടങ്ങളെ ചെന്ന് തൊടുന്നതാണ്. ജനകീയ തെരച്ചിലിനൊരു വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. പരിസരത്തുള്ളവർക്ക് പിന്നീട് രക്ഷാദൗത്യം ഏറെക്കുറെ മുന്നോട്ട് പോയതിന് ശേഷം അവർക്ക് തെരച്ചിലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ നൽകാനും ഉണ്ട്. നമ്മൾ ഈ ക്യാമ്പുകളിലും ഈ രക്ഷാപ്രവർത്തനം കോർഡിനേഷനൊക്കെ ആയിട്ട് വളരെ സജീവമാണ്. പക്ഷേ അതിന് മുകളിൽ പോകുമ്പോൾ കുറച്ചും കൂടി അടുത്ത് ചെന്ന് നേരിൽ തൊട്ടു. ക്യാമ്പിൽ നിന്ന് വന്ന ഒരാളെ അവിടെ ഉണ്ട്, തിരയുന്നുണ്ട്. അവിടെ ഒരു മൃതദേഹത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസി ഒരു സ്ത്രീ അരക്ക് താഴെ ചളിയാണ്, കുടുങ്ങിക്കിടക്കുക, രക്ഷപ്പെടാൻ വയ്യ. ഇവർ ഓടി വന്ന് രക്ഷപ്പെടുന്നു. നോക്കുമ്പോൾ ഒരു ചെവി നഷ്ടപ്പെട്ടു. ഒരു ചെവി കല്ല് തട്ടിയിട്ടാണ് നഷ്ടപ്പെട്ടു. ആ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിൽ, അവരിപ്പോൾ ആശുപത്രിയിൽ നിന്ന് കണ്ടിരുന്നു ആ സ്ത്രീയെ. പക്ഷേ കുട്ടികൾ നഷ്ടപ്പെട്ടു. അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവിടെ ഇനി ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കൊണ്ട് ബോഡിയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതൊക്കെ ഡീകമ്പോസ്ഡാണ്. ഇനി അസ്ഥികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. ഈ ക്യാമ്പുകളിൽ ഈ സ്ഥലങ്ങളിൽ ഒക്കെ തുടക്കം തൊട്ടുണ്ടായപ്പോൾ മനസ്സിനെ ഏറ്റവും ഉലച്ചതെന്തായിരുന്നു? ഒരു കുട്ടിയുടെ തലയിലേക്ക് ഈ കെട്ടിടത്തിൻ്റെ ഇത് മെല്ലെ താണ് വരികയാണ്, മെല്ലെ മെല്ലെ വരുന്നത്. അപ്പോൾ കുട്ടി അതിങ്ങനെ താങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവനെ ഇത് കണ്ടിട്ട് അവൻ്റെ ജ്യേഷ്ഠൻ ഓടി വന്ന് ജ്യേഷ്ഠനും താങ്ങുകയാണ്. മുഴുവൻ ചളിയാണ്. ചളിക്ക് അപ്പുറമുള്ള ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചളിയിൽ പൂണ്ടുപോകും. പിന്നെ അവർ കാണുന്നത് അനിയനും ജ്യേഷ്ഠനും ഈ ഇത് മെല്ലെ മെല്ലെ താണ് മണ്ണിൻ്റെ അടിയിൽ പോകുന്നതാണ്. അപ്പോൾ ആ രംഗം ചിലർ വിശദീകരിച്ചപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ സംഭവങ്ങൾ വിശദീകരിച്ചു. കയ്യിൽ നിന്നും കൂടപ്പറപ്പിനെ മുറുക്ക പിടിവിടാതെ പിടിച്ച് അവസാനം മെല്ലെ മെല്ലെ വഴുതി നഷ്ടപ്പെട്ടത്. ഇതൊക്കെ കരഞ്ഞുകൊണ്ടും നെഞ്ചത്തടിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും വീടിൻ്റെ കിഴക്കേ വശത്ത് മതിലിനരികിൽ ഷെഡിന് പുറകിൽ അവരുണ്ടായിരുന്നു, അവർ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടി പരിഹരിച്ചുകൊണ്ട് അവരിലേക്ക് കടന്നെത്തിക്കൊണ്ട് സംശയങ്ങൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഭാവിയിലേക്ക് ഒരു ചുവട് വയ്ക്കാനുള്ള ശ്രമമാണ്. അത് വരും ദിവസങ്ങളിലും തുടരും.